എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. 8ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തിയ പ്രഖ്യാപനം അനുസരിച്ച് ഫെബ്രുവരി 5-ാം തീയതി വോട്ടിംഗ് ആണ്. 8-ാം തീയതിയാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അന്ന് മാത്രമേ ഫലം പൂർണ്ണമായി പുറത്തു വരികയുള്ളൂ. 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ 20 മണ്ഡലങ്ങൾ സംവരണ മണ്ഡലങ്ങളാണ്. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇന്ത്യ മുഴുവൻ വളരെ കൗതുകത്തോടും ജിജ്ഞാസയോടും കൂടിയാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടുത്തെ രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത് ഡൽഹിക്ക് മാത്രമായിട്ടുള്ളതാണ് എന്ന് പറയേണ്ടി വരുന്നു. കാരണം ഇന്ത്യ മുന്നണിയിലുള്ള 2 കക്ഷികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന, ഒരു തരത്തിൽ പറഞ്ഞാൽ അസാധാരണമായ ഒരു സാഹചര്യം ഡൽഹിയിലുണ്ട്. അത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ്. അത് നേരത്തെയുള്ള ധാരണ അനുസരിച്ചാണ്. അങ്ങനെ ചില സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കക്ഷികൾ പരസ്പരം മത്സരിക്കുന്നതിൽ വിരോധമില്ല. കേരളത്തിൽ തന്നെ അത് കണ്ടതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കക്ഷികളൊക്കെ ഇന്ത്യ മുന്നണിയിലാണെങ്കിലും കേരളത്തിൽ വരുമ്പോൾ കോൺഗ്രസും ഈ പറയുന്ന ഇടതുപക്ഷ കക്ഷികളും തമ്മിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടാറുണ്ട്. അതിൻ്റെ ഒരു ആവർത്തനമാണ് അവിടെ ഡൽഹിയിൽ നടക്കുന്നത്. അവിടെ പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്ഥാനാർത്ഥികൾ ഇല്ല. അവിടെ ഏറ്റുമുട്ടുന്നത് കോൺഗ്രസും AIP തമ്മിലാണ്, കൂട്ടത്തിൽ BJPയും. അപ്പോൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഡൽഹിയിൽ നടക്കാൻ പോകുന്ന 8ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു ത്രികോണ മത്സരമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന AIPയെ സംബന്ധിച്ചിടത്തോളം അവർ 3ാം ഊഴത്തിന് ശ്രമിക്കുകയാണ്. 2020 തെരഞ്ഞെടുപ്പിൽ 62 സീറ്റുകൾ നേടിയാണ് AIP അധികാരത്തിൽ വന്നത്. വെറും 8 സീറ്റുകൾ മാത്രമേ BJPക്ക് ഉണ്ടായിരുന്നു. കോൺഗ്രസിന് 1 സീറ്റ് പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല. അതിലെ ഡൽഹിയുടെ ചരിത്രം നോക്കുമ്പോൾ അനേക വർഷങ്ങൾ ഷീലാ ദീക്ഷിത്തിനെ പോലെയുള്ള കോൺഗ്രസിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത മന്ത്രിസഭയായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ കുറേ കാലങ്ങളായി അത് BJPയുടെ പിടിയിൽ അമർന്നു. അതിനുശേഷമാണ് ഉദയം ചെയ്ത ഈ ആം ആദ്മി പാർട്ടി അവിടെ പിടിമുറുക്കി BJPയെ പുറത്താക്കിയത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നിഷ്പക്ഷമായി പറഞ്ഞാൽ, അവിടെ മത്സരം AIPയും BJPയും തമ്മിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ നിലവിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അവരും നിർണായകമായ ഒരു മത്സരമായി തന്നെ അതിനെ കാണുന്നുണ്ട്. താമസിയാതെ തന്നെ BJPയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി കഴിഞ്ഞാൽ അവിടുത്തെ മത്സരം സജീവമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായി ആം ആദ്മി പാർട്ടി 3ാം ഊഴത്തിന് ശ്രമിക്കുമ്പോൾ അവർ ജനങ്ങളെ സ്വാധീനിക്കാനായി വലിയ വാഗ്ദാനങ്ങളൊക്കെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. സ്ത്രീകൾക്ക് 2100 രൂപ വെച്ച് പ്രതിമാസം കൊടുക്കുക, അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പ്രത്യേക സൗജന്യങ്ങൾ നൽകുക, അതുപോലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ സൗകര്യം കൊടുക്കുക, സൗജന്യമായി വിദ്യുത് ശക്തി, വെള്ളം എന്നിവ കൊടുക്കുക തുടങ്ങിയതായിട്ടുള്ള ചില വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി പതിവ് പോലെ രംഗത്ത് വന്നിരിക്കുന്നത്. അതുപോലെ BJPയും ഏതാണ്ട് പ്രധാനമന്ത്രി തന്നെ ഏതാണ്ട് 12,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഇതിനോടകം തന്നെ അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ആകട്ടെ 2500 രൂപ വീതം പ്രതിമാസം സ്ത്രീകൾക്ക് കൊടുക്കാമെന്നുള്ള ഹിമാചൽ പ്രദേശിലും കർണാടകയിലുമൊക്കെ അവർ നൽകിയ വാഗ്ദാനം പോലെ അവരും വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഏതായാലും ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രീയമായി. അവിടെ ആം ആദ്മി പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു വികാരം ഒരളവ് വരെ BJP ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് അവിടുത്തെ മദ്യ വ്യവസായവുമായി ബന്ധപ്പെട്ട അഴിമതി, അതോടൊപ്പം തന്നെ 46 കോടി രൂപ മുടക്കി കേജ്രിവാൾ തൻ്റെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിച്ചതിനെക്കുറിച്ചുള്ള അഴിമതി ആരോപണം, അങ്ങനെ നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾക്ക് വിധേയമായ ഒരു സർക്കാരാണ് ആം ആദ്മി പാർട്ടിയുടേത് എന്നതും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ അവിടെ ഈ കേജ്രിവാൾ തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന അതീഷി ഒരു ഇടക്കാല മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നതാണ്. കാരണം
ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറായിരിക്കുന്ന അല്ലെങ്കിൽ നേതാവായിരിക്കുന്ന കേജ്രിവാൾ ജയിലിലായിരുന്നപ്പോൾ അവിടെ ഒരു പ്രത്യേക ക്രമീകരണം നടത്തിയാണ് ഇപ്പോൾ ഇരിക്കുന്ന അതിഷി എന്ന് പറയുന്ന വനിത മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. അവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയാൽ സ്വാഭാവികമായി കേജ്രിവാൾ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അവരുടെ പാർട്ടിക്കകത്തും അത്തരം കാര്യങ്ങളിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. മനീഷ് സിസോദിയൊക്കെ ജയിലിന് പുറത്താണെങ്കിലും അദ്ദേഹം ഒന്നും മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി മത്സരിക്കുന്നില്ല. ഇപ്പോൾ ആം ആദ്മി പാർട്ടി സംബന്ധിച്ചിടത്തോളം അനിഷേധ്യ നേതാവായി കേജ്രിവാൾ തന്നെ തുടരുന്നു. അതുകൊണ്ട് അരവിന്ദ് കേജ്രിവാൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി ഇപ്പോൾ ജയിലിൽ നിന്നൊക്കെ പുറത്തു വന്ന അമിത ആവേശത്തോടുകൂടി മനീഷ് സിസോദിയെയും ബാക്കിയുള്ള ആളുകളെയും എല്ലാം സജീവമായി രംഗത്തുണ്ടാകും. എന്നാൽ ഒരു അഭിമാന പ്രശ്നമെന്ന രീതിയിൽ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് കേന്ദ്രത്തിൻ്റെ തലസ്ഥാനം വിട്ടുകൊടുക്കാൻ ഒട്ടും മനസ്സുണ്ടാവുകയില്ല. അതുകൊണ്ട് ഡൽഹി ഏത് വഴി കൂടെയും ഡൽഹിയിലെ ഭരണം തിരിച്ചു പിടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അരയും തലയും ഉറക്കി നരേന്ദ്രമോദിയും അമിത്ഷായും അതുപോലെയുള്ള മറ്റ് നേതാക്കളും JP നദ്ദ തുടങ്ങിയ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ബാക്കിയുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും അവർക്ക് നല്ല സൗകര്യമുണ്ട്. കാരണം അവിടുത്തെ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുടെയും മൂക്കിന് താഴെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാത്രവുമല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും തെരഞ്ഞെടുപ്പ് ഇല്ലാത്തത് കൊണ്ട് മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഡൽഹിയിൽ പ്രചരണം നടത്താനായി എല്ലാ പാർട്ടികൾക്കും സാധിക്കും. ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും ഓരോ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് കൂടി ഇതിലൂടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നല്ല ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഉണ്ടാകും. ഇനിയുള്ള ദിവസങ്ങൾ വളരെ ശക്തമായിട്ടുള്ള ആഞ്ഞടിച്ചുള്ള പ്രചരണമായിരിക്കും 3 കക്ഷികളും നടത്തുന്നത്. 70 സീറ്റുകളിൽ കഴിഞ്ഞ 62 സീറ്റുകൾ നേടി 2020 അധികാരത്തിൽ വന്ന AAPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ 3ാം ഊഴത്തിന് ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ച് ആകെ 2 സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ അവരുടെ കയ്യിൽ ഭരണത്തിലുള്ളത്. ഒന്ന് പഞ്ചാബും 2 ഡൽഹിയും. അതുകൂടെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ തന്നെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നോ നാളെയോ കൊണ്ട് 3 കക്ഷികളും പൂർണ്ണമാക്കും. കഴിഞ്ഞാൽ അവർ രംഗത്തിറങ്ങി എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാനായി ശ്രമിക്കും. പൊതുവെ അവിടെ 2020 വോട്ടിംഗ് ശതമാനം കുറവായിരുന്നു. പൊതുവായ ഒരു ട്രെൻഡ് ഇപ്പോൾ കാണുന്നത് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ 21 വയസ്സിന് താഴെയുള്ള 18 വയസ്സിനും 21 വയസ്സിനും ഇടയ്ക്കൊക്കെയുള്ള പുതിയ വോട്ടർമാർക്കൊന്നും ഈ തെരഞ്ഞെടുപ്പിനോടൊന്നും വലിയ ആഭിമുഖ്യം ഇപ്പോൾ ഇല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ചില കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. യുവതലമുറയ്ക്ക് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമില്ല. മാത്രമല്ല ഒരു നല്ല വിഭാഗം വിദ്യാഭ്യാസമുള്ള യുവജനങ്ങൾ ഉപരി വിദ്യാഭ്യാസത്തിനായിട്ടൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ഗവേഷണം അത്തരം കാര്യങ്ങളിലാണ് ഈ യുവജനങ്ങൾക്ക് താല്പര്യമുള്ളത്. ഡൽഹിയെ പോലുള്ള ഒരു സംസ്ഥാനത്ത് അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവജനങ്ങൾ വളരെ അധികമുള്ള ഒരു പ്രദേശമാണ്. ഉന്നതമായ നിലവാരമുള്ള സ്ഥാപനങ്ങൾ, അവിടുത്തെ ഗവേഷണ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായിട്ടുള്ള ഒരു ദേശമായതുകൊണ്ട് ചെറുപ്പക്കാരായ വോട്ടർമാരുടെ പ്രതികരണം തെരഞ്ഞെടുപ്പിനോട് പൊതുവെ തണുത്തതാണ്. കേരളത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ 4 ദിവസം മുമ്പ് പുറത്തു വന്ന വോട്ടർമാരുടെ പട്ടികയിൽ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ പറയുന്നത് പ്രത്യേകമായി യുവ വോട്ടർമാരെ ഈ പട്ടികയിൽ ചേർക്കുന്നതിനായി ശ്രമം ആരംഭിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. അർഹരായിട്ടുള്ള ധാരാളം വോട്ടർമാർ വോട്ടറുടെ ലിസ്റ്റിൽ പോലും പെടാൻ താല്പര്യമില്ലാതെ മാറി നിൽക്കുന്നു. ഇത് കേരളത്തിൻ്റെ മാത്രം സ്ഥിതിയല്ല, ഇത് പൊതുവെ ഉള്ള ഒരു സ്ഥിതിയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ വളരെ പിന്നാക്കത്തിലാണ് തെരഞ്ഞെടുപ്പ് ശതമാനം. അതോടൊപ്പം തന്നെ ഇവിടെ ഉത്കണ്ഠ ഇപ്പോഴും ഒരു കൂട്ടം ആളുകളുടെ ഇടയിലുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് പ്രത്യേകിച്ചുണ്ട്. ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ഉള്ള ചില ക്രമക്കേടുകളെ കുറിച്ചൊക്കെ സന്ദേഹങ്ങളുണ്ട്, ആശങ്കകളുണ്ട്. അതൊക്കെ പലതരത്തിൽ അട്ടിമറി ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു. അവസാന നിമിഷങ്ങളിലൊക്കെ വോട്ടിങ്ങിൻ്റെ ശതമാനമൊക്കെ പ്രഖ്യാപിച്ച ചില സന്ദർഭങ്ങളുണ്ട്. പെട്ടെന്ന് അവസാനത്തെ 1-2 മണിക്കൂറിൽ 5%, 6% വോട്ട് ചെയ്തു എന്ന് പെരുപ്പിച്ച് കാണിക്കുന്ന രീതിയിലേക്കുള്ള ചില ആക്ഷേപങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായി. ഇപ്പോഴും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് അത്ര കുറ്റമറ്റതല്ല, ബാലറ്റ് സമ്പ്രദായത്തിലേക്ക് പോകണം എന്ന അഭിപ്രായമുള്ള രാഷ്ട്രീയ കക്ഷികളുണ്ട്. അതൊന്നും പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല. ഇലക്ഷൻ കമ്മീഷൻ
വോട്ടിംഗ് മെഷീൻ്റെ കാര്യത്തിൽ വളരെ നിർബന്ധമുള്ളവരാണ്. അതിനകത്ത് തകരാറുകളൊന്നുമില്ല, അട്ടിമറികളൊന്നുമില്ല എന്നാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അത് ആവർത്തിച്ച് പറഞ്ഞു. എന്തായാലും ഡൽഹിയിലെ ഒരു തെരഞ്ഞെടുപ്പ് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ഇന്ത്യയിലാകമാനമുള്ള സംസ്ഥാനങ്ങൾ വളരെ ആകാംക്ഷയോടും ജിജ്ഞാസയോടും കൗതുകത്തോടു കൂടിയാണ് ആ തെരഞ്ഞെടുപ്പിനെ വീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഫെബ്രുവരി 5 നടക്കുന്ന ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും, ആം ആദ്മി പാർട്ടിയുടെ ഭാവി, കോൺഗ്രസിൻ്റെ ഒരു നില എന്തായിരിക്കും, BJPയുടെ ശ്രമങ്ങൾ എത്രമാത്രം വിജയിച്ചു എന്നൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള 10-30 ദിവസങ്ങൾ ഡൽഹിയെ സംബന്ധിച്ചും ഒരളവ് വരെ ഇന്ത്യയെ സംബന്ധിച്ചും നിർണായകമായ ദിനങ്ങളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.